നിങ്ങൾ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണണം. അഡീനിയം പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ ഡെസേർട്ട് റോസ്, അതിൻ്റെ ഒരു പ്രൂണിങ് ടൈമാണ് ഇപ്പോൾ ഈ ഒരു ഫെബ്രുവരി മാസം. ഇത് 2 പ്രാവശ്യമാണ് വർഷത്തിൽ നമ്മൾ പ്രൂൺ ചെയ്യേണ്ടത്, ഒന്ന് ഓഗസ്റ്റിലും ഒന്ന് ഫെബ്രുവരിയിലും. ഇപ്പോൾ ഈ ഫെബ്രുവരിയിൽ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇതിൽ നിറഞ്ഞ് പൂക്കളുണ്ടാവും. ഇതിങ്ങനെ നിറയെ ഇവിടെ മുട്ടൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. എന്നാലും അതിനിപ്പോൾ ഈ ഒരു സമയത്ത് പ്രൂൺ ചെയ്തില്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ പ്ലാന്റ് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ താഴെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഞാൻ മുൻപ് പ്രൂൺ ചെയ്ത് കുറച്ച് മുകളിലേക്ക് ആയതുകൊണ്ട് അവിടെ ഒരു 3 സ്റ്റെം ഉണ്ട്. അപ്പോൾ ആ ഒരു 3 സ്റ്റെമ്മിനെ കട്ട് ചെയ്ത് കൊടുത്താൽ ആ ഓരോ 3 സ്റ്റെമ്മിൽ നിന്നും ഒരു 2 or 3 പുതിയ തണ്ടുകൾ വരികയാണെങ്കിൽ അത് കുറച്ച് ബുഷിയായിട്ട് വരും. അതുകൊണ്ടാണ് ആ 3 സ്റ്റെമ്മിലും കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇപ്പം നമ്മൾ ആ 3 സ്റ്റെമ്മിലും കട്ട് ചെയ്യാണ്. അപ്പോൾ അത് ഏകദേശം പുതിയ കമ്പുകൾ വരാൻ ഉള്ളൊരു സ്പേസ്, ഏകദേശം 1 ഇഞ്ച് അത്രയൊക്കെ സ്പേസ് ഇട്ട് കൊടുത്താൽ മതി. അത്രയും നീളത്തിൽ നമുക്കതിനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ ഞാനിത് സാധാ നമ്മുടെ ഒരു സ്റ്റീലിൻ്റെ ഒരു നൈഫാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തുരുമ്പില്ലാത്തൊരു നൈഫ്, അത്രേ നമുക്കിത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെ ഇവിടെ നിന്നുള്ള ഇതിലുള്ള ഈ 3 കമ്പുകളും ഞാനതിനെ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്ന ഈ കമ്പുകൾ നമുക്ക് പുതിയ പ്ലാന്റുകളായിട്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അത് പെട്ടെന്ന് തന്നെ അതിൽ ഫ്ലവർ വരും. നമ്മൾ ഈ സാധാരണ രീതിയിൽ തൈയിൽ നിന്നുണ്ടാക്കുമ്പോഴാണ് ഈ കോഡക്സൊക്കെ ആയിട്ട് പ്ലാന്റിന് ഭംഗി ഉണ്ടാവുക. പക്ഷെ പ്ലാന്റിൻ്റെ പെട്ടെന്ന് ഫ്ലവർ വരാൻ നല്ലത് നമുക്കിതുപോലെ കമ്പുകൾ കുത്തി കൊടുത്ത് പിടിപ്പിക്കുന്നതാണ്. ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അതിങ്ങനെ ചെറിയൊരു വെള്ളം പോലെ വരും. ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് സാഫ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ സാഫ് ഒരു ഫംഗിസൈഡാണത്. സാഫൊന്നും കൊടുക്കണമെന്നില്ല. ഞാൻ ഇതുവരെയൊക്കെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചട്ടിയിൽ നിന്ന് തന്നെ കുറച്ച് മണ്ണെടുത്തിട്ട് ആ വെള്ളം പോലെ ഇങ്ങനെ ഒരു ഒലിച്ച് വരുമല്ലോ, ആ സമയത്ത് അവിടെ കുറച്ചങ്ങ് വെച്ച് കൊടുത്താൽ ആ വെള്ളം വരുന്നത് നിൽക്കും. ഞാനിപ്പോൾ ഈ സാഫ് ഉപയോഗിക്കാൻ തുടങ്ങാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കട്ടിങ്സൊക്കെ പിടിപ്പിക്കുമ്പോൾ പലതും ഫുള്ള് നമുക്ക് പിടിച്ച് കിട്ടില്ല, ചിലതൊക്കെ ചീഞ്ഞു പോകും. അതേസമയം നമ്മൾ ഇതിനകത്ത് ഫംഗിസൈഡ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ അത് പിടിച്ച് കിട്ടാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഫംഗിസൈഡ് ഉപയോഗിച്ച്. അതില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നമില്ല. ആ കട്ട് ചെയ്ത ഭാഗത്ത് കുറച്ച് മണ്ണ് തേച്ച് കൊടുക്കുക. നമ്മൾ നനയ്ക്കുന്ന സമയത്ത് നേരിട്ട് ഈ കട്ട് ചെയ്ത ഭാഗത്ത് ഒരു ഉണക്കം വരുന്നതുവരെ വെള്ളം വീഴാതെ ശ്രദ്ധിക്കുക. അത്ര മാത്രമേ നോക്കാനുള്ളൂ. പിന്നെ ഫസ്റ്റിൽ തന്നെ കട്ട് ചെയ്ത അന്ന് തന്നെ ഫുള്ള് നമ്മൾ അതൊന്ന് നനച്ച് കൊടുക്കുക. ഇത് ഞാനൊരു ജൂൺ മാസത്തിൽ ചെയ്തിട്ടുള്ളൊരു പ്രൂണിങ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ മാസത്തിലൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ ഇതിങ്ങനെ ഭയങ്കര നീണ്ടു പോയൊരു സ്റ്റെം ആയതുകൊണ്ട് ഞാൻ അതിനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിൽ കണ്ടോ ഒരു 5 പുതിയ ഇല വന്നിട്ടുണ്ട്. ഞാനതിനെ വളരെ ശ്രദ്ധിച്ച് ഒട്ടും മഴ കൊള്ളാത്തടത്തൊക്കെ വെച്ചിട്ടാണ് നമുക്കിതിനെങ്ങനെ ഇത്രയും ആക്കിയെടുക്കാൻ എനിക്ക് പറ്റിയത്. അല്ലെങ്കിൽ ഒരു പക്ഷേ പോയി കിട്ടുമായിരുന്നു. നല്ലൊരു കളറാണത്. അതുപോലെ തന്നെ ഇതൊക്കെ പ്രൂൺ ചെയ്യാനുള്ളതാണ്. ഇതിലൊക്കെ നിറയെ വിത്തുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ചത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പ്രൂൺ ചെയ്യാം, ഈ വിത്തുകളൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ചെയ്യാമെന്നുള്ളതുകൊണ്ടാണ് അതങ്ങനെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ അഡീനിയം പ്ലാന്റ്സ് കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ പ്രൂൺ ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വർഷത്തിൽ പ്രൂൺ ചെയ്ത് കൊടുക്കാത്ത പ്ലാന്റ്സ് മാത്രമേ ഇപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അതിന് ശേഷം കുറച്ച് ചാണകപ്പൊടി അതിനടിയിൽ ഇട്ട് കൊടുത്ത് ഡെയിലി ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്താൽ മതി. എന്തായാലും ഏപ്രിൽ മെയ് മാസങ്ങളിൽ വളരെ നല്ല രീതിയിൽ അതിൽ പൂക്കളുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു.